ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് അമ്പൂർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ടതില്ല. ഒക്കെ വീട്ടിലുള്ള ഐറ്റംസ് ആയിരിക്കും. ഇത് പിന്നെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, 10 ഉണക്കമുളക് 20 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി എടുത്തത്, കുറച്ച് തൈര്, അല്പം മല്ലിയില പുതിന അരിഞ്ഞു വെച്ചത്. ഇത് 1 കിലോ ജീരകശാല അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരി വെച്ചതാണ്. ഇതിലേക്ക് 1.5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പാൻ ചൂടായി കഴിയുമ്പോൾ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ ഇതെല്ലാമായിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതും പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൽ സവാള 3 സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഇടുന്നില്ല, ഒരു 2 സവാള അരിഞ്ഞത് ഞാൻ ഇടുന്നുള്ളൂ. ബാക്കി ഒരു സവാള അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കാം, നന്നായി മൊരിയിച്ചെടുക്കണം സവാള. അതിനുശേഷം നമ്മുടെ ഉണക്കമുളക് പേസ്റ്റാക്കി വെച്ചത് നമ്മളിതിലേക്ക് ഇടുന്നു. അതും നന്നായിട്ട് മുരിഞ്ഞ് വെക്കണം. അതിനുശേഷം തക്കാളി അരിഞ്ഞത് ചേർക്കുന്നു. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേണം അത് വേവിക്കാനായിട്ട്. തക്കാളി നമ്മൾ മൂടി വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച സവാള അതിൽ കൂടി ഇട്ട് കൊടുക്കാം. സവാള അധികം ഇത് വാടണ്ട. അപ്പോൾ ഒരു ഇതായിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം വേവാണ്ട് റൈസിൽ കൂടെ കിടന്ന് വേവേണ്ടതാണ്. അതുകൊണ്ടാണ് പിന്നീട് ചേർത്തത്. ഇനി മല്ലിയിലയും പുതിനയും കുറച്ചിടാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അല്പം തൈര് ഒഴിക്കാം. ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവട്ടെ. എല്ലാവരും കൂടെ നന്നായി മിക്സായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. അല്പം ഗരം മസാലപ്പൊടി. നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് പെരുംജീരകം, അത് ഇഷ്ടമില്ലാത്തവരിടണ്ട. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് ഞാനതിലിട്ടുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്ന ഗ്ലാസ്സിൽ അതിൽ 3 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 6 ഗ്ലാസ് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിയാണ്, അപ്പോൾ അതിന് ഇരട്ടി വെള്ളം ചേർക്കണം.
എന്നിട്ട് വെള്ളം നന്നായിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഉപ്പ് ഇത്തിരി കയറി നിന്നോട്ടെ. ഉപ്പ് നമുക്ക് ചിക്കനൊക്കെ ഇടേണ്ടതല്ലേ, ചിക്കൻ റൈസിനും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഉപ്പ് നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ ഇടാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് മസാലയുടെ ഉള്ളിലൊക്കെ കിടന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് ഇതിലേക്ക്. ചിക്കനൊക്കെ ഇട്ടു. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ് ചിക്കൻ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ചിക്കൻ വേവട്ടെ. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒരു 15 മിനിറ്റ് വെന്തിട്ടുണ്ട്. എന്നാലും അതൊരു ഹാഫ് വേവായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് റൈസും കൂടെ ഇട്ടിട്ടാണ് ഇത് കിടന്ന് വേവേണ്ടത്. റൈസ് നമുക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിക്കണം. റൈസ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റൈസ് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, വെള്ളമൊക്കെ കറക്റ്റാണ്. നന്നായി ഒന്ന് ഇളക്കിയിട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഇതായിട്ട് ഡ്രൈ ആയിട്ടിരുന്നോളും. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഇതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും വിതറി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അമ്പൂർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉണക്കമുളക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലിടുന്ന അതാണ് അതിൻ്റെ ഏറ്റവും നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഉള്ളതാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.